ഓണത്തിന് ഇന്ന് പാലട പായസമാണ്. 4 ലിറ്ററോളം പായസം ഉണ്ടാക്കുന്നുണ്ട്. കുറേ പേർക്ക് കൊടുക്കാനുണ്ട്. അതാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത്. 350 ഗ്രാം അടയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വേവിച്ച് ഊറ്റി മാറ്റി വെക്കണം. ഇനി പാത്രം വെച്ചിട്ട് 1 ലിറ്റർ വെള്ളവും കുറച്ച് പഞ്ചസാരയും നെയ്യ് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പാൽ അടി പിടിക്കാതിരിക്കുന്ന ആദ്യം തന്നെ പഞ്ചസാര നെയ്യും ചേർക്കുന്നത്. ഇനി 4 ലിറ്റർ പാൽ വെച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കുന്നത്. വെളിയിൽ പോകാതിരിക്കുക, കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഹീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ പാൽ വെളിയിൽ പോകത്തില്ല. അത് നന്നായിട്ട് കുറുകി വന്നോണം. പിന്നെ അതിലേക്ക് അടയും കൂടി ഇട്ടിട്ട് 20 to 30 മിനിറ്റ് നന്നായിട്ട് കുറുക്കിയെടുക്കണം. പാലും അടയൊക്കെ നന്നായിട്ട് മിക്സായി വരുമ്പോൾ ഈ ഒരു കപ്പിൽ 2.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര നിങ്ങൾക്ക് നോക്കിയിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ആക്കാം. പിന്നെ തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് നമുക്ക് 10-20 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കാം. തുറന്നു നോക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയത്. ഇനി നമുക്ക് കൊടുക്കാനുള്ളതൊക്കെ വേറെ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അട നമ്മൾ ആദ്യമേ നന്നായിട്ട് കുറുക്കി എടുക്കുകയും വേണ്ട. കാരണം ഇത് കുറച്ച് തണിയുമ്പോൾ നന്നായിട്ട് കുറുകി വരും. കുറച്ചും കൂടി തണിയുമ്പോൾ അതിനേക്കാളും കുറുകും. പിറ്റേ ദിവസം ആകുമ്പോൾ ഐസ്ക്രീം പോലെ കോരിക്കോരി കഴിക്കുന്ന ഒരു പരിവാവും കേട്ടോ. അപ്പോൾ പാലട നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവർക്കും ബൈ.